ഒരു കോടതിപ്പടിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റാണ്, റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയതാണ്. ഞാനിത് മെയിനായിട്ട് ഇത് കാണിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു കാർ പോർച്ചിന്ന് നമ്മൾ ഡയറക്റ്റ് ഡ്രോയിങ് റൂമിൽ വഴിയല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി വീടിനുള്ളിലേക്ക് കയറുന്നത് അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത്തരം നമ്മൾ ഈ ഒരു വോക്ക് വേ ഇവിടെ കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേ അവിടെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഡ്രോയിങ് റൂമിൽ വിസിറ്റേഴ്സ് ആരെങ്കിലും, നമുക്കധികം പരിചയമില്ലാത്ത ഒരാൾക്കാർ പോലും നമുക്കുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കൂടി പോകാതെ ഇതുപോലെ ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഏരിയയിൽ കൂടി നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസും നമ്മുടെ ബെഡ്റൂംസിലേക്കും എൻട്രി ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെ കാർ പോർച്ച് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ഡ്രസ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എലിവേഷൻ്റെ അഭംഗിയില്ലാത്ത രീതിയിൽ ഒരു ഷോ വോൾ കൊടുത്ത് അതൊരു സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കയറി വരുന്ന സൈഡ് വ്യൂവിൽ നിന്ന് ഇതൊരു ആ വീടുമായിട്ട് ബന്ധമുള്ള രീതിയിലേക്ക് നമ്മൾ ആ കാർ പോർച്ചിനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ കാർ പോർച്ചിൽ നിന്ന് നമ്മൾ 2 എൻട്രിയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കയറാം എന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. രണ്ടാമത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഞാനവിടെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ലാൻഡ്സ്കേപ്പിന് തന്നെ പ്രാധാന്യം കുറച്ചുകൂടെ കൊടുത്തിട്ട് കുറച്ച് നല്ല ഒരു ഗ്രീൻ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി ഒരു വോക്ക് വേ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമിലി ലിവിങ്ങിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ കാർ പോർച്ചിൽ നിന്ന് ഒരു 2 എൻട്രി നമ്മൾ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഡ്രോയിങ് റൂമിൽ